നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ കർശനമാകുന്നതിന് മുൻപ് ബ്രിട്ടീഷ് പൗരത്വം നേടാനായി കുടിയേറ്റക്കാരുടെ പരക്കം പാച്ചിൽ. ഇമിഗ്രേഷൻ നടപടികൾ പ്രാബല്യത്തിൽ വന്നാൽ യുകെയിൽ സെറ്റിൽമെന്റ് നേടുന്നത് ബുദ്ധിമുട്ടായി മാറുമെന്ന് ആശങ്കയേറുന്നു. പൗരത്വത്തിനായി അപേക്ഷ സമർപ്പിക്കുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം റെക്കോർഡിലെത്തി. 2026 മാർച്ച് വരെ അപേക്ഷ സമർപ്പിച്ചത് 3,12,000 അഭയാർത്ഥികൾ. 8 വർഷം മുമ്പത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അപേക്ഷകരുടെ എണ്ണം ഇരട്ടിയിലധികമെന്ന് ഹോം ഓഫീസ്. യുകെയിൽ മാന്യമായ രീതിയിൽ ശമ്പള വർധനവ് ഇല്ലെങ്കിൽ സമരം ചെയ്യുമെന്ന ഭീഷണിയുമായി NHS നഴ്സുമാർ ചെയ്യുന്ന കഠിനാധ്വാനത്തിന്റെ മൂല്യം അനുസരിച്ച് വരുമാനം ഉയർന്നില്ലെങ്കിൽ സമരങ്ങൾ ഉണ്ടാകുമെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇംഗ്ലണ്ടിലെ ബാൻഡ് 5 നഴ്സുമാരുടെ റോളുകൾ പരിശോധിച്ച് ഇവരുടെ ഡ്യൂട്ടികൾ അനിവാര്യമായാൽ UK ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതി വഴി ഉയർന്ന ശമ്പളമുള്ള ബാൻഡിലേക്ക് ഇവരെ സ്ഥിരപ്പെടുത്തും. സ്കീം നടപ്പിലാക്കുന്നതിന്റെ അന്തിമ പദ്ധതിക്കായി കാത്തിരിക്കുകയാണെന്നും RCN. വിവാദമായ എപ്സ്റ്റീൻ കേസിൽ സർ ജെഫ്രി ഡൊണാൾഡ്സണെതിരെ വിചാരണ ന്യൂറി ക്രൗൺ കോടതിയിൽ ആരംഭിച്ചു. വടക്കൻ അയർലൻഡിലെ ട്രബിൾസ് കാലഘട്ടത്തിലെ കൊലപാതകങ്ങൾ ഉൾപ്പെട്ടവർക്ക് പൊതുമാപ്പ് നൽകുന്ന വിവാദ നിയമം രൂപീകരിക്കുന്നതിൽ ബ്രിട്ടീഷ് സുരക്ഷാ സേവനങ്ങൾ രഹസ്യമായി ഇടപെടുന്നതായി റിപ്പോർട്ട്. ലെഗസി ഇൻവെസ്റ്റിഗേഷൻ സീനിയർ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന രഹസ്യ നയ രൂപീകരണ ഗ്രൂപ്പ് രൂപീകരിച്ചത് 2020. രഹസ്യ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്നത് MI5 പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് സംസ്ഥാന ഏജൻസികൾ. ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കണമെന്നത് അനിവാര്യമാണെന്നും അത് അടച്ചിടുന്നത് നിയമവിരുദ്ധവും ലോകത്തിന് അംഗീകരിക്കാനാകാത്തതുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാനിലെ മിസൈൽ താവളങ്ങളെയും ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള മൈൻ സ്ഥാപിക്കുന്ന ബോട്ടുകളെയും അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെയാണ് റൂബിയോയുടെ പ്രതികരണം. സമാധാന കരാർ സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന് വഴിമുടക്കി നിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇറാൻ പ്രതിനിധി സംഘം ഖത്തറിൽ. ഉക്രൈനിലേക്ക് ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി റഷ്യ എത്തിയത്. റഷ്യൻ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും ആക്രമിക്കുമെന്ന് വിദേശ പൗരന്മാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും നഗരം വിടണമെന്നും കീവിൽ കഴിയുന്ന വിദേശി പൗരന്മാർക്ക് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക മുന്നറിയിപ്പ്. റഷ്യയുടെ മുന്നറിയിപ്പ് എത്തിയത് യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം ഉക്രൈൻ തലസ്ഥാനത്ത് നടത്തിയതിനു ശേഷം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറക്കുമതി ഇന്ധനത്തെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന മന്ത്രാലയങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ താക്കീത്. അസംസ്കൃത എണ്ണയുടെ ഉപഭോഗത്തിന് കുറവ് വരുത്താൻ കഴിയുന്ന മാർഗങ്ങളെക്കുറിച്ച് ശുപാർശ സമർപ്പിക്കാൻ ഗതാഗത, പെട്രോളിയം, പ്രകൃതിവാതക, ഊർജ, ഖനവ്യവസായ മന്ത്രാലയങ്ങളുടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ഒന്നിലധികം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്കുള്ള GST കുറയ്ക്കണമെന്നും നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി വിജയ്. കർഷകർക്കായി വലിയ പ്രഖ്യാപനങ്ങളും കാർഷിക കടങ്ങൾ എഴുത്തള്ളിയതിനൊപ്പം സിനിമാ പ്രദർശനത്തിന് കൂടുതൽ സമയം അനുവദിച്ചും ഉത്തരവിറക്കി. 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള ചെറുകിട കർഷകരുടെ സഹകരണ ബാങ്കുകളിലെ മുഴുവൻ കാർഷിക കടങ്ങളും സർക്കാർ എഴുത്തള്ളി. 5 ഏക്കറിന് മുകളിൽ ഭൂമിയുള്ളവർക്ക് 50% വായ്പ ഇളവും പ്രഖ്യാപിച്ചു. പുതിയ സർക്കാരിന് 8ന്റെ പണി കൊടുക്കാൻ ലക്ഷ്യമിട്ടാണ് പോയ പോക്കിൽ കഴിഞ്ഞ സർക്കാരും വഖഫ് ബോർഡും മുനമ്പം ഭൂമി ഉമേദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുനമ്പത്ത് ചെന്ന് കുടിയൊഴിപ്പിക്കില്ലെന്ന് പറഞ്ഞ മുൻ സർക്കാർ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ ഉമേദ് പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്തു. വഖഫ് ബോർഡ് നടപടിയെ സർക്കാർ നിയമപരമായി നേരിടും. മുനമ്പം പ്രശ്നത്തിൽ 10 മിനിറ്റിൽ ശാശ്വത പരിഹാരം ഉണ്ടാകാതിരിക്കാനാണ് മുൻ സർക്കാർ ഈ ചെയ്തതെന്നും മുഖ്യമന്ത്രി VD സതീശൻ. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് ആശ്വാസം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRലും തമ്മിലുള്ള ഇടപാടുകളിൽ EDക്ക് അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി. കൊച്ചിൻ മിനറൽസ് ആൻഡ് റിട്ടേൽസ് ലിമിറ്റഡ് കമ്പനിയും ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഇനിയും മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ED അന്വേഷണം തുടരും. വാർത്തകൾ വിശദമായി. യുകെയിൽ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് പൗരത്വം നേടാനായി കുടിയേറ്റക്കാർ നെട്ടോട്ടത്തിൽ. ഇമിഗ്രേഷൻ നടപടികൾ പ്രാബല്യത്തിൽ വന്നാൽ യുകെയിൽ സെറ്റിൽമെന്റ് നേടുന്നത് ബുദ്ധിമുട്ടായി മാറുമെന്ന ആശങ്കയിലാണ് റെക്കോർഡ് തോതിൽ കുടിയേറ്റക്കാർ അപേക്ഷ സമർപ്പിക്കുന്നത്. ലേബർ ഗവൺമെന്റ് തയ്യാറാകുന്ന പദ്ധതി അധികം വൈകാതെ തന്നെ നിലവിൽ വരുമെന്നാണ് കരുതുന്നത്. ഇതിൽ തിരിച്ചറിഞ്ഞത് ഈ വർഷം മാർച്ച് വരെ 3,12,000 അഭയാർത്ഥികൾ, വിദേശ ജോലിക്കാർ, ഫാമിലി ഡിപെൻഡൻസ് എന്നിവരാണ് ബ്രിട്ടീഷ് പൗരത്വത്തിനായി അപേക്ഷിച്ചത്. ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും അപേക്ഷാ സമർപ്പണമാണ്
ഇത് 8 വർഷം മുമ്പത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടി അപേക്ഷകരാണ് ഇപ്പോൾ എത്തുന്നതെന്നും ഹോം ഓഫീസ് കണക്കുകളിൽ നിന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇതേ കാലഘട്ടത്തിൽ ഏകദേശം 3,31,000 ആളുകൾ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ നേടാനും അപേക്ഷ സമർപ്പിച്ചു. സിറ്റിസൺഷിപ്പ് അപേക്ഷിക്കുന്നതിന് മുൻപ് രാജ്യത്ത് സ്ഥിരതാമസത്തിന് അനുമതി നൽകുന്നതാണ് ILR. കഴിഞ്ഞ 2 വർഷത്തിനിടെ ILR അപേക്ഷകളിൽ 28% കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്ത് പെർമനന്റ് സെറ്റിൽമെന്റ് നേടുന്നതിന് മുമ്പ് കുടിയേറ്റക്കാർ താമസിച്ചിരിക്കേണ്ട കാലയളവ് വർദ്ധിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. നിലവിൽ ILRന് 5 വർഷം എന്നതിന് പകരം കുടിയേറ്റക്കാർ 10 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. പബ്ലിക് സർവീസിൽ ജോലിയുള്ളവർക്കും ഉയർന്ന വരുമാനക്കാർക്കുമാണ് ഇതിൽ ഇളവ് ലഭിക്കുക. ബ്രിട്ടനിൽ നിലവിൽ എത്തിയവരെയും കർശന പദ്ധതികൾ ബാധിക്കും എന്നതാണ് തിരിച്ചടിയാകുന്നത്. ഇതാണ് നിലവിലെ സിസ്റ്റത്തിന് കീഴിൽ പൗരത്വം നേടാനുള്ള കുടിയേറ്റക്കാരുടെ ഓട്ടത്തിനു പിന്നിൽ. മാന്യമായ രീതിയിൽ ശമ്പള വർധനവ് ഇല്ലെങ്കിൽ NHS നഴ്സുമാർ സമരം ചെയ്യാൻ ഭയമില്ല എന്ന് പ്രഖ്യാപിച്ച റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. നഴ്സുമാർ ചെയ്യുന്ന കഠിനാധ്വാനത്തിന്റെ മൂല്യം അനുസരിച്ച് വരുമാനം ഉയർന്നില്ലെങ്കിൽ സമരങ്ങൾ ഉണ്ടാകുമെന്ന് യൂണിയൻ മുന്നറിയിപ്പ് നൽകി. സുപ്രധാനമായി കരുതുന്ന പേ റിവ്യൂവിൽ സതുദ്ദേശത്തോടെയാണ് തങ്ങളുടെ അംഗങ്ങൾ പ്രവേശിച്ചത്. എന്നാൽ ഇതനുസരിച്ച് ആശുപത്രി മാനേജർമാർ പ്രവർത്തിക്കാൻ മടിച്ചാൽ സമരം ചെയ്യാൻ ഭയക്കുന്നില്ല എന്ന് RCN വ്യക്തമാക്കി. ഫെബ്രുവരിയിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതി വഴിയാണ് ഇംഗ്ലണ്ടിൽ ബാൻഡ് 5 നഴ്സുമാരുടെ റോളുകൾ പരിശോധിച്ച് ഇവരുടെ ഡ്യൂട്ടികൾ അനിവാര്യമായാൽ ഉയർന്ന ശമ്പളമുള്ള ബാൻഡിലേക്ക് മാറ്റുമെന്ന് അറിയിച്ചിരുന്നു. ദശകങ്ങളുടെ നഴ്സിംഗ് പ്രൊഫഷനെ ഉയർത്താൻ ലഭിച്ച മികച്ച അവസരമായിരുന്നു ഈ വാഗ്ദാനമെന്ന് RCN ജനറൽ സെക്രട്ടറിയും ചീഫ് എക്സിക്യൂട്ടീവുമായ പ്രൊഫസർ നിക്കോള റെഞ്ചർ പറഞ്ഞു. പുതുതായി യോഗ്യത നേടിയ രജിസ്ട്രേഡ് നഴ്സുമാരുടെ എൻട്രി ലെവൽ റോളാണ് ബാൻഡ് 5 നഴ്സ്. NHS അജണ്ട ഫോർ ചേഞ്ച് പേ സിസ്റ്റം അനുസരിച്ചാണ് ഇത്. എന്നാൽ ദശകങ്ങളോളം ഒരേ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ഉയർന്ന അനുഭവ സമ്പത്ത് ലഭിക്കുന്നതോടെ ഉയർന്ന ബാൻഡിലേക്ക് മാറാൻ അനുമതി കിട്ടുമെന്നും RCN പറയുന്നു. റെസിഡന്റ് ഡോക്ടർമാർക്ക് ആദ്യ വർഷം 41,000 പൗണ്ട് ശമ്പളം കിട്ടുമ്പോൾ നഴ്സുമാർക്ക് 32,000 പൗണ്ടാണ് ലഭിക്കുക. നഴ്സുമാരാകട്ടെ ജീവിതകാലം മുഴുവൻ ബാൻഡ് 5 തന്നെ പെട്ടുകിടക്കുന്നു. ഇവരുടെ ശമ്പളം സാരമായി ബാധിക്കുന്നു. അതായത് ഇവരുടെ ശമ്പളവും സാരമായി മാറുന്നില്ല. ഡോക്ടർമാർക്ക് അതിവേഗം കരിയറിൽ മുന്നേറാനും കൺസൾട്ടന്റ് ആകുമ്പോൾ 1,00,000 പൗണ്ട് വരെ വാർഷിക വരുമാനം നേടാനും സാധിക്കുന്നു. സ്കീം നടപ്പിലാക്കുന്നതിന്റെ അന്തിമ പദ്ധതിക്കായി കാത്തിരിക്കുകയാണ് RCN. ഈ സമ്മറിൽ തന്നെ ഇത് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വടക്കൻ അയർലൻഡിലെ ട്രബിൾസ് കാലഘട്ടത്തിലെ കൊലപാതകങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് പൊതുമാപ്പ് നൽകുന്ന വിവാദ നിയമം രൂപീകരിക്കുന്നതിൽ ബ്രിട്ടീഷ് സുരക്ഷാ സേവനങ്ങൾ രഹസ്യമായി ഇടപെടുന്നതായി റിപ്പോർട്ട്. ലെഗൻസി ഇൻവെസ്റ്റിഗേഷൻ സീനിയർ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന രഹസ്യ നയ രൂപീകരണ ഗ്രൂപ്പ് 2020 രൂപീകരിച്ചത്. MI5 പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് സംസ്ഥാന ഏജൻസികൾ എന്നിവർ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്നു. ഈ ഗ്രൂപ്പിന്റെ ഉപദേശപ്രകാരമാണ് 2023 നോർത്തേൺ അയർലൻഡ് ട്രബിൾസ് ആക്ട് വികസിപ്പിച്ചത്. സൈനികർക്കും അർദ്ധ സൈനികർക്കും നിബന്ധനകളോടെ ക്രിമിനൽ നടപടികളിൽ നിന്നും സംരക്ഷണം നൽകുന്നതാണ് ഈ നിയമം. പല കൊലപാതകങ്ങളിലും നേരിട്ട് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന അതേ ഏജൻസികൾ തന്നെ അന്വേഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള നിയമം നിർമ്മിക്കാൻ സഹായിച്ചു എന്നത് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇരകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കടുത്ത എതിർപ്പിനെ തുടർന്ന് നിലവിലെ UK സർക്കാർ ഈ നിയമം റദ്ദാക്കുവാനും പകരം പുതിയ സംവിധാനം കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുണ്ട്. വടക്കൻ അയർലൻഡിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും മുൻ ഡെമോക്രാറ്റിക് യൂണിയനിസ്റ്റ് പാർട്ടി തലവനുമായ സർ ജെഫ്രി ഡൊണാൾഡ്സിനെതിരെ വിചാരണ ന്യൂറി കൗൺസിൽ കോടതിയിൽ ആരംഭിച്ചു. വടക്കൻ അയർലൻഡിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നാണ് ഈ കേസായി കണക്കാക്കപ്പെടുന്നത്. 1985 2006 ഇടയിലുള്ള കാലയളവിൽ നടന്നതായി പറയപ്പെടുന്ന ബലാത്സംഗം, ഗുരുതരമായ മര്യാദക്കേട് തുടങ്ങിയ നിരവധി ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ജെഫ്രി ഡൊണാൾഡ്സിന്റെ ഭാര്യ എലീനർ ഡൊണാൾഡ്സിനും ഈ കേസിൽ പ്രതിയാണ്. കുറ്റകൃത്യങ്ങൾക്ക് സഹായം എന്ന് ആരോപിച്ച് 5 കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വിചാരണ ഏകദേശം 4 ആഴ്ചയോളം നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാനസിക ആരോഗ്യ കാരണങ്ങളാൽ എലീനർ ഡൊണാൾഡ്സിന് വിചാരണ നേരിടാൻ യോഗ്യ അല്ല എന്നും ജഡ്ജി വിധിച്ചിരുന്നു. അതിനാൽ അവർക്ക് വസ്തുതകളുടെ വിചാരണ ആയിരിക്കും നടക്കുക. ഇതിൽ തെളിവുകൾ പരിശോധിക്കുമെങ്കിലും ക്രിമിനൽ ശിക്ഷ ഉണ്ടാകില്ല. പ്രതികൾ ഇരുവരും തങ്ങൾക്കെതിരെയുള്ള കുറ്റങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. മെയ് മാസത്തിലെ റെക്കോർഡ് ചൂടിൽ ബ്രിട്ടൻ വെന്തുരുകുമ്പോൾ UK സർക്കാർ അടിയന്തരമായി തന്നെ സ്കൂളുകളിലും കെയർ ഹോമുകളിലും അതുപോലെ
അവശരും നിസ്സഹായരുമായവർ താമസിക്കുന്ന ഇടങ്ങളിലും എയർ കണ്ടീഷണറുകൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ഒരു കൂട്ടം ക്ലൈമറ്റ് ക്യാമ്പയിനർമാർ രംഗത്ത്. 2022 താപനില 40 ഡിഗ്രി സെൽഷ്യസിനുമേൽ ഉയർന്നപ്പോൾ ചൂടുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ 3000 പേരായിരുന്നു മരണമടഞ്ഞത്. കഠിന ചൂടുമായി ബന്ധപ്പെട്ട് മരണങ്ങൾ 75% കുറയാൻ എയർ കണ്ടീഷണറുകൾക്ക് കഴിയുമെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. വ്യാവസായിക വിപ്ലവത്തിന് മുമ്പുള്ള കാലഘട്ടത്തേക്കാൾ ആഗോള താപനിലയിൽ ശരാശരി 1.5 ഡിഗ്രി സെൽഷ്യസിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ മറ്റേതൊരു ഭൂഖണ്ഡത്തേക്കാൾ വേഗത്തിൽ താപനില ഉയരുന്നത് യൂറോപ്പിലാണ് എന്നും പഠനം വ്യക്തമാക്കുന്നു. ബ്രിട്ടനിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണെന്നും അതിതീവ്ര കാലാവസ്ഥ അധികം വൈകാതെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറിയേക്കാമെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശൈത്യകാലത്ത് വീടുകൾക്കുള്ളിൽ ചൂട് നിലനിർത്തുന്നത് പോലെ വേനൽക്കാലങ്ങളിൽ തണുപ്പ് നിലനിർത്താൻ പാകത്തിൽ വീടുകളുടെ പുനഃക്രമീകരണം സർക്കാർ മുൻകൈയെടുത്തു നടത്തണമെന്നും ചില ചാരിറ്റികൾ ആവശ്യപ്പെട്ടു. ആനന്ദ് TV 5-ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 വർണ്ണാഭമായി തുടക്കം. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളുടെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആനന്ദ് TV അവാർഡ്. UK-യിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിലാണ് ഈ അവാർഡ് നിശ അരങ്ങേറുന്നത്. ഗാലപ്പ് പോൾ വഴിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആനന്ദ് TV 5-ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 UK-യിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിൽ നടക്കും. മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിമകളെ ചടങ്ങിൽ മുഖ്യ ആകർഷണമാകും. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് K. ജയൻ, അനശ്വര രാജൻ, മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിത്താര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുക്കുന്ന ലിങ്കും നമ്പറുമായി ബന്ധപ്പെടുക. 3 മാസമായി നടക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം ശാശ്വതമായി അവസാനിക്കുന്നതുമായി സംബന്ധിച്ച് US സർക്കാർ വ്യത്യസ്ത പ്രസ്താവനകൾ നടത്തവേ ഇറാൻ പ്രതിനിധി സംഘം ഖത്തറിൽ സമാധാന കരാർ സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന് വഴിമുടക്കി നിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് സന്ദർശനം. ഇതിനിടെയാണ് US ദക്ഷിണ ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാനിയൻ സേനയുടെ ഭീഷണികളിൽ നിന്നും US സൈന്യത്തെ സംരക്ഷിക്കുന്നതിനായി സ്വയം പ്രതിരോധ ആക്രമണമാണ് നടത്തിയതെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആക്രമണം ചർച്ചകളെ തടസ്സപ്പെടുത്തിയേക്കാമെന്ന ആശങ്ക ഉയർന്നുവരുന്നു. US-ഉമായുള്ള ചർച്ചയിൽ ഇറാൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അനജി, കേന്ദ്ര ബാങ്ക് ഗവർണർ അബ്ദുൽ നസർ ഹൊമാദി എന്നിവരാണ് ഖത്തറിലെത്തി സംഘത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം ഖത്തർ പ്രതിനിധി സംഘം ഇറാൻ സന്ദർശിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. വിദേശത്തുള്ള ഇറാന്റെ സ്വത്തുകൾ മരവിപ്പിച്ചിരിക്കുന്നത് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായിരുന്നു ഇത് എന്നാണ് വിവരം. സമാധാന ചർച്ചകളിലെ പ്രധാന വിഷയമാണ് ഇത്. അതിനിടെ അമേരിക്ക ഒന്നുകിൽ ഇറാനുമായി മികച്ച കരാറുണ്ടാക്കും, അല്ലെങ്കിൽ ആ രാജ്യത്തെ മറ്റൊരു വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്നാണ് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ വ്യക്തമാക്കിയത്. ഇറാനെതിരെ ബദൽ മാർഗങ്ങൾ പരീക്ഷിക്കുന്നതിന് മുമ്പായി എല്ലാത്തരം നയതന്ത്ര ശ്രമങ്ങളും നടത്തുമെന്ന് പറഞ്ഞു. ഇറാനുമായുള്ള കരാറിന് അന്തിമ രൂപമാകുന്നു എന്ന് അറിയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് തിടുക്കപ്പെട്ട് കരാർ ഉണ്ടാക്കേണ്ട എന്ന് തന്റെ പ്രതിനിധികളോട് നിർദ്ദേശിച്ചു. പിന്നാലെയാണ് റൂബിയോയുടെ പ്രസ്താവന എത്തിയത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കണമെന്നത് അനിവാര്യമാണ് എന്നും അത് അടച്ചിടുന്നത് നിയമവിരുദ്ധവും ലോകത്തിന് അംഗീകരിക്കാനാകാത്തതുമാണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാനിലെ മിസൈൽ താവളങ്ങളെയും ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള മൈൻ സ്ഥാപിക്കുന്ന ബോട്ടുകളെയും അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെയാണ് റൂബിയോയുടെ പ്രതികരണം. ആക്രമണങ്ങൾക്കിടയിലും ഇറാനുമായി ധാരണയിലെത്താനാകുമെന്ന പ്രതീക്ഷ അമേരിക്കയ്ക്ക് ഇപ്പോഴും ഉണ്ടെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഖത്തറിൽ ചർച്ചകൾ നടന്നതായും പുരോഗതി കൈവരിക്കാനാകുമോ എന്ന് കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാഥമിക കരാറിലെ വാചകങ്ങളുമായി ബന്ധപ്പെട്ട് ഇരുപക്ഷങ്ങളും ചർച്ച തുടരുകയാണ്. അതിന് കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടിവരുമെന്നും നല്ലൊരു കരാറോ അല്ലെങ്കിൽ നല്ലൊരു കരാറില്ലാത്ത സാഹചര്യമോ ആയിരിക്കും ഉണ്ടാവുക എന്നും പ്രസിഡന്റ് വ്യക്തമാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. മെയ് 25-ന് അമേരിക്ക വീണ്ടും ഇറാനെതിരെ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് റൂബിയോയുടെ പ്രതികരണം. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇത് സ്വയം പ്രതിരോധ നടപടികളാണ് എന്നാണ് വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ ലോഞ്ച് കേന്ദ്രങ്ങളിലും മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ബോട്ടുകളുമാണ് ലക്ഷ്യമിട്ടതെന്നും സെൻകോം വക്താവ് ഡിമോത്തി ഹോക്കിൻസ് അറിയിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തലിനും സാധ്യമായ കരാർ ചർച്ചകളും തുടരുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുണ്ടായ സ്ഫോടനങ്ങൾക്ക് ശേഷം സംസാരിച്ച സെൻകോം വക്താവ് ഹോക്കിൻസ് ഇറാനിയൻ സേനയിലുള്ള ഭീഷണികളിൽ നിന്നും തങ്ങളുടെ സൈനികരെ സംരക്ഷിക്കാൻ തെക്കൻ ഇറാനിൽ അമേരിക്കൻ സേന സ്വയം പ്രതിരോധ ആക്രമണം നടത്തി. മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും
മൈനുകളും സ്ഥാപിക്കാൻ ശ്രമിച്ച ഇറാനിയൻ ബോട്ടുകളും ലക്ഷ്യമിട്ടു. വെടിനിർത്തൽ തുടരുന്ന സാഹചര്യത്തിലും അമേരിക്കൻ സേന നിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കുകയാണെന്നും വ്യക്തമാക്കി. ഉക്രൈനിലേക്ക് ആക്രമണം ശക്തമാക്കുമെന്നും വിദേശ പൗരന്മാർ കീവ് വിടണമെന്നും റഷ്യയുടെ വക മുന്നറിയിപ്പ്. ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വിദേശ പൗരന്മാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും കീവ് വിടണമെന്ന് നിർദ്ദേശം നൽകി. യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നാണ് ഉക്രൈൻ തലസ്ഥാനത്ത് നടത്തിയതിനു ശേഷമാണ് റഷ്യയുടെ പ്രതികരണം എത്തിയത്. 3 ദിവസത്തിനിടെ കീവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഏറ്റവും പുതിയ മധ്യദൂര ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലായ ഒറഷ്നെക് ഉപയോഗിച്ചായിരുന്നു ആക്രമണം. 100-ലധികം മിസൈലുകളും 600ഓളം ഡ്രോണുകളും റഷ്യ ആക്രമണത്തിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. റഷ്യൻ അധിനിവേശത്തിലുള്ള ലുഹാൻസ്ക് മേഖലയിൽ സ്റ്റാരോബിൽസ്കിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടതായും തങ്ങളെ ഈ കടുത്ത നീക്കത്തിനെ പ്രേരിപ്പിച്ചതെന്നും മോസ്കോ വ്യക്തമാക്കി. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പ്രകാരം സൈനിക കമാൻഡർ പോസ്റ്റുകൾ, തന്ത്രപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന കേന്ദ്രങ്ങൾ, പ്രതിരോധ വ്യവസായശാലകൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഡ്രോണുകൾ രൂപകൽപ്പന ചെയ്യുന്നതും നിർമ്മിക്കുന്നതുമായ നഗര കേന്ദ്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 128.58 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.16 യൂറോ. 1 US ഡോളർ 95.39 ഇന്ത്യൻ രൂപ. 1 യൂറോ 111.04 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.35 US ഡോളർ. 1 കനേഡിയൻ ഡോളർ 69.11 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഇറക്കുമതി ഇന്ധനത്തെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്നാണ് മന്ത്രാലയങ്ങൾക്കുള്ള നിർദ്ദേശം. അസംസ്കൃത എണ്ണയുടെ ഉപഭോഗത്തിൽ കുറവ് വരുത്താൻ കഴിയുന്ന മാർഗങ്ങളെക്കുറിച്ച് ശുപാർശ സമർപ്പിക്കാതെ ഗതാഗത, പെട്രോളിയം, പ്രകൃതിവാതക, ഊർജ, ഖന വ്യവസായ മന്ത്രാലയങ്ങളോട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു. ഒന്നിലധികം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്കുള്ള GST കുറയ്ക്കുക എന്നതാണ് പ്രധാന നിർദ്ദേശം. നിലവിൽ 18 മുതൽ 40% വരെ നികുതിയാണ് ഇവയ്ക്ക്. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള 5% നിരക്കിനടുത്തേക്കും ഇതിനെ കൊണ്ടുവരാനാകുമെന്നാണ് നീക്കം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മറ്റൊരു നിർദ്ദേശം. കൂടുതൽ മൈലേജ് ഉള്ള കാറുകൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വിവിധ ഇന്ധനങ്ങൾ ഉപയോഗിക്കാവുന്ന വാഹനങ്ങൾ വലിയ തോതിൽ ഇറക്കുമെന്നും ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം നേരിടുന്ന പ്രതിസന്ധി കേന്ദ്ര സർക്കാരിന്റെ ചെലവുകളെ താളം തെറ്റിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശമെത്തിയത്. പ്രതിസന്ധി നീണ്ടാൽ ഭക്ഷ്യം, LPG, വളം സബ്സിഡിയിൽ ബഡ്ജറ്റ് കണക്കാക്കിയിരിക്കുന്ന വിഹിതത്തേക്കാൾ 50%-ഓളം അധിക ചെലവ് സർക്കാരിനുണ്ടാകുമെന്ന് ധനമന്ത്രാലയം വിലയിരുത്തി. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ തന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ് വിജയ്. കർഷകർക്കായി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതിനൊപ്പം തമിഴ് സിനിമാ മേഖലയ്ക്ക് ആശ്വാസകരമായ തീരുമാനങ്ങളും പ്രഖ്യാപിച്ചു. കാർഷിക കടങ്ങൾ എഴുതി തള്ളുന്നതിനൊപ്പം സിനിമാ പ്രദർശനത്തിന് കൂടുതൽ സമയം അനുവദിച്ചതും ഉത്തരവിറങ്ങി. 5 ഏക്കറിൽ താഴെയുള്ള ഭൂമിയുടെ ചെറുകിട കർഷകരുടെ സഹകരണ ബാങ്കുകളിലെ മുഴുവൻ കാർഷിക കടങ്ങളും സർക്കാർ എഴുതിത്തള്ളി. 5 ഏക്കറിന് മുകളിൽ ഭൂമിയുള്ളവർക്ക് 50% വായ്പ ഇളവും പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ തിയേറ്ററുകൾ സിനിമകളുടെ പ്രദർശന സമയം വർദ്ധിപ്പിച്ചു. കൂടുതൽ പ്രദർശനങ്ങൾ നടത്തുന്നതിലൂടെ സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്നും വരുമാനം വർദ്ധിപ്പിക്കാനാകാനാണ് ഈ നീക്കം. റിലീസായ സിനിമകൾ ആദ്യ ഒരാഴ്ച 5 പ്രദർശനം വീതം ഒരു തിയേറ്ററിൽ നടത്താനാകും. നെല്ലിന് ക്വിന്റൽ 3500 രൂപയും കരിമ്പിന് ടണ്ണിന് 4500 രൂപയുമായി താങ്ങുവില ഉയർത്താൻ തീരുമാനിച്ചു. 2 ഏക്കറിൽ താഴെ ഭൂമിയുള്ള കർഷകരുടെയും ഭൂരഹിതരായ കർഷക തൊഴിലാളികളുടെയും മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്നും വിജയുടെ ഉത്തരവിൽ വ്യക്തമാക്കി. രാഷ്ട്രീയം എന്നത് പണം പിരിക്കാനുള്ളതല്ലെന്നും ജനങ്ങളെ സേവിക്കാനുള്ളതാണെന്നും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം വിജയ് പറഞ്ഞിരുന്നു. താൻ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. മെയ് 10-നാണ് തമിഴ്നാട്ടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ വമ്പന്മാരായ DMK-യും AIADMK-യും അട്ടിമറിച്ചാണ് വിജയ് നയിച്ച TVK 108 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയത്.
കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വെബ്സൈറ്റ് വീണ്ടും സജീവമെന്ന് സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുന്നതിന് ഒപ്പുവെക്കുന്നതിലുള്ള ലിങ്കും സജീവമാണ്. ഇതുവരെ 5 ലക്ഷം പേരാണ് ഒപ്പുവെച്ചത്. 10 ലക്ഷം നിവേദനമാണ് CJPയുടെ ലക്ഷ്യം. പാറ്റകളെല്ലാം അതിജീവിക്കും. CJPയുടെ പോരാട്ടത്തിന് മാറ്റമൊന്നുമില്ല. പരീക്ഷകളെ തമാശയായി കാണുന്ന വിദ്യാഭ്യാസ മന്ത്രിയേക്കാൾ മികച്ച ഒരാളെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ അർഹിക്കുന്നുണ്ട് എന്നും അഭിജിത്ത് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. അതേസമയം CJPയുടെ എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത സംഭവത്തിൽ അഭിജിത്ത് ഡൽഹി ഹൈക്കോടതി സമീപിച്ചു. ഇന്ന് ഹർജി പരിഗണിക്കും. CJPയുടെ പ്രവർത്തനങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി അടിയന്തരമായി കേൾക്കാനും സുപ്രീം കോടതി വിസമ്മതിച്ചു. വിഷയത്തെ വൈകാരികമായി എടുക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. പുതിയ സർക്കാരിന് 8ന്റെ പണി കൊടുക്കാൻ ലക്ഷ്യമിട്ടാണ് പോയ പോക്കിൽ കഴിഞ്ഞ സർക്കാരും വഖഫ് ബോർഡും മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുനമ്പത്ത് ചെന്ന് കുടി ഒഴിപ്പിക്കില്ലെന്നു പറഞ്ഞ മുൻ സർക്കാർ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ ഉമീദ് പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. സാധാരണ വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്യുന്നത് സൂക്ഷിപ്പ് ചുമതലയുള്ള മുത്തവല്ലിയാണ്. മുനമ്പത്ത് വഖഫ് ബോർഡ് തന്നെയാണ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഉദ്ദേശമെന്നറിയില്ല. വഖഫ് ഭൂമി എന്ന് വ്യക്തമാക്കിയാൽ അവിടെ താമസിക്കുന്നവർ കയ്യേറ്റക്കാരാകും. ഏതായാലും അവിടെ നിന്ന് ആരെയും കുടി ഒഴിപ്പിക്കുന്ന പ്രശ്നമില്ല. സ്ഥലത്തു നിന്നും നികുതി നൽകാനുള്ള സംവിധാനം ഒരുക്കും. ഇപ്പോഴത്തേത് വഖഫ് ബോർഡ് ഉണ്ടാക്കിയ നിയമപ്രശ്നമാണ്. വഖഫ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് പോലും വഖഫ് ബോർഡ് സ്റ്റേ ചെയ്യിപ്പിച്ചുവെന്നും സതീശൻ പറഞ്ഞു. വഖഫ് ബോർഡ് നടപടിയെ സർക്കാർ നിയമപരമായി നേരിടും. മുനമ്പം പ്രശ്നത്തിൽ 10 മിനിറ്റിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഈ ചെയ്തത്. മുനമ്പം ഭൂപ്രമി പ്രശ്നത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനുള്ള സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് കുട പിടിച്ചിരിക്കുകയാണ് മുൻ സർക്കാർ ചെയ്തതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ആശ്വാസം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള ഇടപാടുകളിൽ EDക്ക് അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി. കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് കമ്പനിയും ഇവിടത്തെ ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഇതോടെ മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ED അന്വേഷണം തുടരും. ED അയച്ച സമൻസുകൾ ചോദ്യം ചെയ്തും അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് CMRL കോടതിയെ സമീപിച്ചത്. എന്നാൽ അന്വേഷണത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. നേരത്തെ ഇതേ കേസിൽ ചില ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കർശന നടപടികൾ കോടതി തടഞ്ഞിരുന്നുവെന്നും പുതിയ ഉത്തരവോടെ ഈ തടസ്സവും നീങ്ങുമെന്നും കമ്പനി ഉദ്യോഗസ്ഥർ EDക്ക് മുന്നിൽ ഹാജരാകുമെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും കോടതി നിർദ്ദേശിച്ചു. വിധി വന്നതോടെ CMRL MD ശശിധരൻ കർത്തയെ, അതായത് ഇദ്ദേഹം ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് ED വീണ്ടും സമൻസ് അയച്ചു. വരും ദിവസങ്ങളിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമോ എന്നും ഉറ്റുനോക്കുന്നുണ്ട്. IT സേവനങ്ങൾ നൽകാതെ തന്നെ CMRL കമ്പനി വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്ക് 1.72 കോടി രൂപ നൽകിയത് എന്തിനാണ് എന്നാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. ഈ പണം കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമാണോ എന്നും രാഷ്ട്രീയ സ്വാധീനം ഇതിന് പിന്നിലുണ്ടോ എന്നും ED സംശയിക്കുന്നുണ്ട്. ഇതൊരു സാധാരണ ബിസിനസ് കരാറാണെന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും അതിനാൽ EDയുടെ സമാന്തര അന്വേഷണം ആവശ്യമില്ല എന്നും കമ്പനി കോടതിയിൽ വാദിച്ചു. ഫോൺ വിളി വിവാദത്തിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ അന്വേഷണം വേണമെന്ന് PB അൻവർ. ഇക്കാര്യം ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അൻവർ കത്ത് നൽകി. സുജിത് ദാസിനെ കുറ്റവിമുക്തനാക്കിയ വകുപ്പിലെ അന്വേഷണത്തിൽ പുനഃപരിശോധന വേണമെന്നും ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിലെ മരം മുറിയലും പുനരന്വേഷണം വേണമെന്നും കത്തിലെ ആവശ്യം. SITയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വീഴ്ചയുണ്ട്. ഹാജരാക്കാനുള്ള നോട്ടീസ് പോലും SIT നൽകിയിട്ടില്ല. SIT അന്വേഷണത്തിലും പുനഃപരിശോധനയ്ക്കും ഉത്തരവിടണമെന്നും സുജിത് ദാസിനെതിരെ ക്രിമിനൽ നടപടി വേണമെന്നും കത്തിൽ PB അൻവർ ആവശ്യപ്പെട്ടു. ഇനി സ്പോർട്സ്. റയൽ മാഡ്രിഡിന്റെ ഒറ്റത്താരത്തെ പോലും ഉൾപ്പെടുത്താതെ ഫിഫ ലോകകപ്പിനുള്ള സ്പെയിൻ ടീമിനെ പ്രഖ്യാപിച്ചു. 92 വർഷ ചരിത്രത്തിലെ ആദ്യമായാണ് റയലിന്റെ ഒറ്റത്താരം പോലും ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കാതിരിക്കുന്നത്. റയൽ മാഡ്രിഡ് താരങ്ങളെ സ്പാനിഷ് കോച്ച് തഴഞ്ഞതിൽ പ്രതിഷേധം ശക്തം. കോച്ച് ലൂയിസ് ഫ്യൂവന്റെ പ്രഖ്യാപിച്ച 26 അംഗ ടീമിൽ 7 ബാഴ്സലോണ താരങ്ങളുണ്ട്. ആഴ്സണൽ, അത്ലറ്റിക്കോ ക്ലബ്, അത്ലറ്റിക്കോ മാഡ്രിഡ് ക്ലബ്ബുകളിൽ നിന്നും 3 വീതം താരങ്ങൾ ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചു.
പരിക്കിൽ നിന്ന് മുക്തനായി എങ്കിലും യുവതാരം ലെമിൻ ലെയമാനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2004 യൂറോ കപ്പ് നേടിയ ടീമിന്റെ നായകനായ അൽവാരോ മൊറാട്ടയെ പരിഗണിച്ചിട്ടില്ല. പെഡ്രി, ഗാവി, പൗ കുബാർസി, എറിക് ഗാർഷ്യ, ഫെറാൻസ് ടോറസ്, ഡ്രോറി, മിക്കേൽ മെറീനോ, മാർട്ടിൻ സുബിമെൻഡി, നിക്കോ വില്യംസ്, ഡാനി ഓൾമൽ തുടങ്ങിയവർ ടീമിലുണ്ട്. ഗ്രൂപ്പ് എച്ചിൽ കേപ് വെർദ, സൗദി അറേബ്യ, ഉറുഗ്വ എന്നിവരാണ് സ്പെയിന്റെ എതിരാളികൾ. ജൂൺ 14 കേപ് വെർദോയ്ക്കെതിരെയാണ് സ്പെയിന്റെ ആദ്യ മത്സരം. ഇതിന് മുന്നോടിയായി ഇറാഖ്, പെറു എന്നിവർക്കെതിരെ സ്പെയിൻ സന്നാഹ മത്സരം കളിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുകെയിൽ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ കർശനമാകുന്നതിന് മുൻപ് ബ്രിട്ടീഷ് പൗരത്വം നേടാനായി കുടിയേറ്റക്കാരുടെ പരക്കം പാച്ചിൽ. ഇമിഗ്രേഷൻ നടപടികൾ പ്രാബല്യത്തിൽ വന്നാൽ യുകെയിൽ സെറ്റിൽമെന്റ് നേടുന്നത് ബുദ്ധിമുട്ടായി മാറുമെന്ന് ആശങ്കയേറുന്നു. പൗരത്വത്തിനായി അപേക്ഷ സമർപ്പിക്കുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം റെക്കോർഡിലെത്തി. 2026 മാർച്ച് വരെ അപേക്ഷ സമർപ്പിച്ചത് 3,12,000 അഭയാർത്ഥികൾ. 8 വർഷം മുമ്പത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അപേക്ഷകരുടെ എണ്ണം ഇരട്ടിയിലധികമെന്ന് ഹോം ഓഫീസ്. യുകെയിൽ മാന്യമായ രീതിയിൽ ശമ്പള വർധനവ് ഇല്ലെങ്കിൽ സമരം ചെയ്യുമെന്ന ഭീഷണിയുമായി NHS നഴ്സുമാർ ചെയ്യുന്ന കഠിനാധ്വാനത്തിന്റെ മൂല്യം അനുസരിച്ച് വരുമാനം ഉയർന്നില്ലെങ്കിൽ സമരങ്ങൾ ഉണ്ടാകുമെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇംഗ്ലണ്ടിലെ ബാൻഡ് 5 നഴ്സുമാരുടെ റോളുകൾ പരിശോധിച്ച് ഇവരുടെ ഡ്യൂട്ടികൾ അനിവാര്യമായാൽ UK ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതി വഴി ഉയർന്ന ശമ്പളമുള്ള ബാൻഡിലേക്ക് ഇവരെ സ്ഥിരപ്പെടുത്തും. സ്കീം നടപ്പിലാക്കുന്നതിന്റെ അന്തിമ പദ്ധതിക്കായി കാത്തിരിക്കുകയാണെന്നും RCN. വിവാദമായ എപ്സ്റ്റീൻ കേസിൽ സർ ജെഫ്രി ഡൊണാൾഡ്സണെതിരെ വിചാരണ ന്യൂറി ക്രൗൺ കോടതിയിൽ ആരംഭിച്ചു. വടക്കൻ അയർലൻഡിലെ ട്രബിൾസ് കാലഘട്ടത്തിലെ കൊലപാതകങ്ങൾ ഉൾപ്പെട്ടവർക്ക് പൊതുമാപ്പ് നൽകുന്ന വിവാദ നിയമം രൂപീകരിക്കുന്നതിൽ ബ്രിട്ടീഷ് സുരക്ഷാ സേവനങ്ങൾ രഹസ്യമായി ഇടപെടുന്നതായി റിപ്പോർട്ട്. ലെഗസി ഇൻവെസ്റ്റിഗേഷൻ സീനിയർ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന രഹസ്യ നയ രൂപീകരണ ഗ്രൂപ്പ് രൂപീകരിച്ചത് 2020. രഹസ്യ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്നത് MI5 പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് സംസ്ഥാന ഏജൻസികൾ. ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കണമെന്നത് അനിവാര്യമാണെന്നും അത് അടച്ചിടുന്നത് നിയമവിരുദ്ധവും ലോകത്തിന് അംഗീകരിക്കാനാകാത്തതുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാനിലെ മിസൈൽ താവളങ്ങളെയും ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള മൈൻ സ്ഥാപിക്കുന്ന ബോട്ടുകളെയും അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെയാണ് റൂബിയോയുടെ പ്രതികരണം. സമാധാന കരാർ സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന് വഴിമുടക്കി നിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇറാൻ പ്രതിനിധി സംഘം ഖത്തറിൽ. ഉക്രൈനിലേക്ക് ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി റഷ്യ എത്തിയത്. റഷ്യൻ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും ആക്രമിക്കുമെന്ന് വിദേശ പൗരന്മാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും നഗരം വിടണമെന്നും കീവിൽ കഴിയുന്ന വിദേശി പൗരന്മാർക്ക് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക മുന്നറിയിപ്പ്. റഷ്യയുടെ മുന്നറിയിപ്പെത്തിയത് യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം ഉക്രൈൻ തലസ്ഥാനത്ത് നടത്തിയതിനു ശേഷം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറക്കുമതി ഇന്ധനത്തെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന മന്ത്രാലയങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ താക്കീത്. അസംസ്കൃത എണ്ണയുടെ ഉപഭോഗത്തിന് കുറവ് വരുത്താൻ കഴിയുന്ന മാർഗങ്ങളെക്കുറിച്ച് ശുപാർശ സമർപ്പിക്കാൻ ഗതാഗത, പെട്രോളിയം, പ്രകൃതിവാതക, ഊർജ, ഖനവ്യവസായ മന്ത്രാലയങ്ങളുടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ഒന്നിലധികം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്കുള്ള GST കുറയ്ക്കണമെന്നും നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി വിജയ്. കർഷകർക്കായി വലിയ പ്രഖ്യാപനങ്ങളും കാർഷിക കടങ്ങൾ എഴുത്തള്ളിയതിനൊപ്പം സിനിമാ പ്രദർശനത്തിന് കൂടുതൽ സമയം അനുവദിച്ചും ഉത്തരവിറക്കി. 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള ചെറുകിട കർഷകരുടെ സഹകരണ ബാങ്കുകളിലെ മുഴുവൻ കാർഷിക കടങ്ങളും സർക്കാർ എഴുത്തള്ളി. 5 ഏക്കറിന് മുകളിൽ ഭൂമിയുള്ളവർക്ക് 50% വായ്പ ഇളവും പ്രഖ്യാപിച്ചു. പുതിയ സർക്കാരിന് 8ന്റെ പണി കൊടുക്കാൻ ലക്ഷ്യമിട്ടാണ് പോയ പോക്കിൽ കഴിഞ്ഞ സർക്കാരും വഖഫ് ബോർഡും മുനമ്പം ഭൂമി ഉമേദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുനമ്പത്ത് ചെന്ന് കുടിയൊഴിപ്പിക്കില്ലെന്ന് പറഞ്ഞ മുൻ സർക്കാർ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ ഉമേദ് പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്തു. വഖഫ് ബോർഡ് നടപടിയെ സർക്കാർ നിയമപരമായി നേരിടും. മുനമ്പം പ്രശ്നത്തിൽ 10 മിനിറ്റിൽ ശാശ്വത പരിഹാരം ഉണ്ടാകാതിരിക്കാനാണ് മുൻ സർക്കാർ ഈ ചെയ്തതെന്നും മുഖ്യമന്ത്രി VD സതീശൻ. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് ആശ്വാസം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRലും തമ്മിലുള്ള ഇടപാടുകളിൽ EDക്ക് അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടേഴ്സ് ലിമിറ്റഡ് കമ്പനിയും ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഇനിയും മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ED അന്വേഷണം തുടരും. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.